എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോസ്കോയിലേക്കാണ്. കോസ്കോ എന്ന് പറയുന്നത് മിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലുമുള്ള ഒരു ഹോൾസെയിൽ സ്ഥാപനമാണ്. നമ്മൾ ഇത്തവണ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ആണ് എടുത്തത് കേട്ടോ. അപ്പൊ NHS വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ സെക്ഷനിലേക്കാണ്. നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും TV മുതൽ വാഷിംഗ് മെഷീൻ അങ്ങനെ എന്ത് സാധനം നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. മെമ്പർഷിപ്പ് ഉള്ളതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ നമുക്ക് നല്ല ലാഭത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കണ്ടത് ഓർണമെന്റ്സിന്റെ ഒരു സെക്ഷനാണ്. ഇപ്പൊ ഇവിടെയുള്ള ഒരു സ്വർണ്ണമൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാറ്റിനം, ഡയമണ്ട് അത്തരം ആഭരണങ്ങളാണ് കൂടുതലായിട്ടും കണ്ടത്. അതുപോലെ തന്നെ ക്ലോത്ത്സിന്റെ സെക്ഷനും ഉണ്ട്. ക്ലോത്ത്സ് കൂടുതലായിട്ടും റീറ്റെയിലേഴ്സ് ആണ് ഇവിടെ നിന്നൊക്കെ വാങ്ങാറ്. അപ്പൊ ബൾക്കായിട്ട് എമൗണ്ട് അവർക്ക് വാങ്ങുകയാണെങ്കിൽ അവർക്കത് നല്ല ബെനിഫിഷ്യൽ ആണ്. കോസ്കോയിൽ നമുക്ക് 2 തരം മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റും. ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പും റീറ്റെയിലർ മെമ്പർഷിപ്പും. രണ്ടിനും ബെനിഫിറ്റ് ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഏതെടുത്താലും നമ്മൾ ബൾക്കായിട്ട് സാധനം വാങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. നമ്മൾ സാധനം വാങ്ങുന്ന എമൗണ്ട് കൂടുന്നതനുസരിച്ച് നമുക്ക് ബെനിഫിറ്റും കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ഇത്തരം ഷോപ്പുകളിൽ നിന്ന് നമുക്കൊക്കെ വാങ്ങാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കാണുന്നത് വാഷിംഗ് ലിക്വിഡ് ആണ്. ഇതൊരു 5 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ്. അപ്പൊ അത് നമുക്ക് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു കണ്ടീഷണർ, ഫാബ്രിക് കണ്ടീഷണർ എന്ന് പറയുന്നത്. അതും നമുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടിഷ്യൂ, വാട്ടർ ബോട്ടിൽ ഒക്കെ നമുക്ക് ഇവിടെ ബൾക്കായിട്ട് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പോയ സെക്ഷൻ എന്ന് പറയുന്ന ഫുഡിന്റെ സെക്ഷൻ ആണ്. നമുക്കിവിടെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള റെഡി ടു ഈറ്റ് മീൽസ് അവൈലബിൾ ആണ് കേട്ടോ. അതിലും പല ക്യൂസീൻസ് ഉണ്ട്. ഇറ്റാലിയൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ക്യൂസീൻ ഉണ്ട്, സാലഡ്സ് ഉണ്ട്, ജാപ്പനീസ് ക്യൂസീൻ ഉണ്ട്. അങ്ങനെ എല്ലാ തരം ഫുഡും തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അതൊക്കെ അപ്പോൾ പ്രിപ്പയർ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയവ ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ നല്ല റേറ്റും ആണ് കേട്ടോ. ഇതല്ലാതെ ഒരു ബേക്കിംഗ് സെക്ഷനും കൂടിയുണ്ട്. ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണെങ്കിലും കേക്കും ക്രോയിസന്റും ഒക്കെ അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളും ക്രോയിസന്റുകളും ഒക്കെയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരു ഡോണറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഡോണറ്റിന്. പക്ഷേങ്കിൽ നമ്മൾ മറ്റു കടയിൽ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫ്രഷ് സാധനമായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട്. അടുത്ത സെഷനിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ഇറച്ചിയും ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് പറ്റും. പക്ഷെ എല്ലാത്തിന്റെയും പോർഷൻസ് ബിഗ് ആയിരിക്കും എന്ന് മാത്രം. വലിയ പോർഷൻസ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വലിയ പോർഷൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് വാങ്ങാൻ പറ്റുക. ഇനി നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാതരം ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ അതും ബൾക്കായിട്ടുള്ള എമൗണ്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു എമൗണ്ടിൽ കുറച്ച് നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ മാസ്റ്റർ ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചത്, നമ്മുടെ ചക്കപ്പഴം. അപ്പൊ ചക്കപ്പഴം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ റേറ്റും നല്ല കുറവായിരുന്നു ശരിക്കും കമ്പയർ ചെയ്തപ്പോൾ. നമ്മൾ ലാസ്റ്റ് ടൈം വാങ്ങിയപ്പോൾ നമുക്ക് ഒരു 8 പൗണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു ഇത്രയും വാങ്ങാനായിട്ട്. ഇത്തവണ ഒരു 2.5 പൗണ്ട്സ് മാത്രമാണ് നമുക്ക് ആയത്. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ്സിന്റെ ഒക്കെ സെക്ഷനിലേക്കാണ് പോയത്. വെറൈറ്റി ആയിട്ടുള്ള കുറെ ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇത് ഓറിയോ ആണ്. ഇത്രയും വലിയൊരു പാക്കാണ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുക. ഈ കാണുന്നതെന്ന് പറയുന്ന ഒരു കുക്കിയാണ്. ശരിക്കും അത് പിസ്തയുടെ കുക്കിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ എന്തായാലും അത് വാങ്ങാന്ന് വിചാരിച്ചു. നല്ല റേറ്റ് ആയിരുന്നു എങ്കിലും നല്ല ഹെൽത്തിയും പിന്നെ നമുക്ക് അത്ര അവൈലബിൾ അല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങി. അടുത്ത നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസറി സെക്ഷനിലേക്കാണ്. ഒരുപാട് സ്പൈസസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഗ്രൗണ്ട് സിനമൺ, ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, ഓനിയൻ പൗഡർ, പിന്നെ ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, അങ്ങനെ എല്ലാതരം സ്പൈസസും തന്നെ ഉണ്ടായിരുന്നു. ക്യൂമിൻ പൗഡർ ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ പ്രൈസ് ഒക്കെ തന്നെ നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. 4 പൗണ്ട്സ് 5 പൗണ്ട്സിനകത്താണ് എല്ലാം വരുന്നത്. ഒരു 300 ഗ്രാം ടു 250 ഗ്രാം അതൊക്കെയാണ് എമൗണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് തന്നെയാണ്. ഈ കാണുന്നത് അരിഞ്ഞുണക്കിയ സവാളയാണ് ആ ഒരു ടിന്നിനകത്തുള്ളത്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സിനമൺ പൗഡർ ആണ്. പിന്നെ ഈ കാണുന്നത് മുളക് പൊടിയാണ്. ഇത് 400 ഗ്രാംസ് ഉണ്ട്. അതിനൊരു 5 പൗണ്ട്സ് ആണ് റേറ്റ് വരുന്നത്. അങ്ങനെ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ചില്ലി പൗഡർ തന്നെ ഒരു 2-3 വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ക്യൂമിൻ പൗഡർ ആണ്, അതായത് ജീരകം പൊടിച്ചത്. പിന്നെ ഇവിടെ കാണുന്നത് മഞ്ഞൾപ്പൊടിയാണ്, നമ്മുടെ ടേർമറിക്. അതിനൊപ്പം തന്നെ കുറെ ചൈനീസ് സീസണിങ്സ്, ഹെർബ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാം പ്രൈസ് ആ ഒരു റേഞ്ച് തന്നെയാണ് കേട്ടോ. 4 to 5 പൗണ്ട്സ് ആണ്. ഈ ഇരിക്കുന്ന ഒരു ഹെർബാണ്, തൈമാണ് ഇരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബേ ലീഫ് ആണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സ്പൈസസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഓയിലിന്റെ സെക്ഷനിലേക്ക് വരാം. ഇവിടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും. നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ, നല്ല ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അതൊരെണ്ണം വാങ്ങി. റെസ്റ്റോറൻറ്റ്സും മറ്റും നടത്തുന്നവരൊക്കെ ആണെങ്കിൽ ഫ്രൈയിങ് ഓയിലിന്റെ ഒക്കെ വലിയ ആവശ്യങ്ങളുള്ളവർക്കാണെങ്കിൽ വലിയ ടിന്നുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഓയിലിനൊക്കെ ആയിട്ട് നല്ല റീസണബിൾ പ്രൈസിൽ തന്നെ അവൈലബിൾ ആണ്. റീറ്റെയിലർ മെമ്പർഷിപ്പ് ഉള്ളവരാണ് കൂടുതലും അത്തരം ഓയിൽ വലിയ ക്യാനുകളൊക്കെ വാങ്ങുക. കാരണം അവരതുപോലെ റെസ്റ്റോറന്റുകളോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ഒക്കെ നടത്തുന്നവരായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ കുറെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കാണുന്ന ആൽമണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡിന്റെ ഫ്ലോറും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാങ്ങാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. അങ്ങനെ നോക്കി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വന്തം കുരുമുളകിനെ കണ്ടെത്തിയത്. ഏകദേശം 400 ഗ്രാം ഉണ്ട് ആ ഒരു ടിന്നിനകത്ത്. അതൊരു 4.29 പൗണ്ട്സ് ആണ്. റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്.
അടുത്തായിട്ട് നമ്മൾ പോയത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലേക്കാണ്. 1 kg മുകളിൽ വരുന്ന വലിയ പാക്കറ്റുകളായിട്ടാണ് ഇവയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. വിലയുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടായിരുന്നില്ല. എല്ലായിടത്തും ഇതിന് നല്ല വില തന്നെയാണ്. ഇവിടെയും ആ വില തന്നെയായിരുന്നു, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തായിട്ട് നമ്മൾ പോയത് റൈസിന്റെ സെക്ഷനിലേക്കാണ്. 5-6 വെറൈറ്റി റൈസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിലയുടെ കാര്യത്തിൽ വലിയ പ്രകടമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മറ്റ് ഷോപ്പുകളിലുള്ളത് പോലെയൊക്കെ തന്നെയാണ് വില. ഇനിയും റീറ്റെയിലേഴ്സിന് എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഡിസ്കൗണ്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം അറിയാൻ പറ്റൂ. കോസ്കോയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ആഹാര സാധനങ്ങൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ, ചോക്ലേറ്റ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ്, കുക്കീസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സാമ്പിൾ നമുക്ക് കഴിക്കാനായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അവർ അതിന്റെ പോർഷൻസ് ആയിട്ട് സെർവിങ്സ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യത്തിന് അതെടുത്ത് കഴിക്കുമോ, അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങുകയൊക്കെ ചെയ്യാം. അതൊരു നല്ല ഐഡിയ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ വന്നത് മരുന്നുകളുടെ സെക്ഷനിലേക്കാണ്. ഈ കാണുന്ന എല്ലാം വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആണ് കേട്ടോ. ധാരാളം വൈറ്റമിൻ സപ്ലിമെന്റ്സ് ബൾക്ക് ആയിട്ടുള്ള എമൗണ്ടിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്നത് ഫിഷ് ഓയിൽ ആണ്, നമ്മുടെ മീൻ ഗുളിക എന്ന് പറയുന്ന സാധനം. അപ്പോഴാണ് ഒരു വെറൈറ്റി ഐറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ടെർമറിക് ഗമ്മീസ് ആണ്. അതായത് മഞ്ഞൾ പൊടി ഗമ്മീസിന്റെ രൂപത്തിലാക്കി ഒരു ടാബ്ലറ്റ് പോലെ വെച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വെസ്റ്റേൺ കൺട്രീസിലുള്ളവരൊന്നും തന്നെ ടെർമറിക് സ്ഥിരമായി യൂസ് ചെയ്യുന്നവരല്ല. അവരുടെ ഫുഡ് പ്രോഡക്റ്റുകളിൽ അവർ ടെർമറിക് ഉപയോഗിക്കാറില്ല. നമ്മളെപ്പോലുള്ള ഭാഗ്യം ചെയ്ത ഇന്ത്യൻസ് മാത്രമാണ് ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി ആഹാരത്തിൽ ഏറ്റവും ആദ്യ നാളുകൾ മുതൽ തന്നെ ഉപയോഗിച്ച് വരുന്നവർ നമ്മളാണ്. പക്ഷെ നമ്മളൊന്നും അതിന്റെ ഗുണം ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്നറിയില്ല. എങ്കിൽ ദയവായി ഇനിയെങ്കിലും ഉപയോഗിച്ച് തുടങ്ങുക. അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞ് കൂടുതലും ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് അത്രമാത്രം ഔഷധ ഗുണങ്ങളാണ് ഉള്ളത്. ഇപ്പോഴേക്കും എല്ലാവരും തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അതിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനും എല്ലാത്തിനുമുള്ള നല്ല നല്ല ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ.